അപ്പൊ എല്ലാവർക്കും അപ്ഡേറ്റ്സ് കോർണർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു സന്തോഷകരമായ ഒരു വീഡിയോ ആണ്. നമ്മുടെ 25ാമത്തെ എപ്പിസോഡാണിത് അപ്ഡേറ്റ്സ് കോർണറിന്റെ. നമ്മള് ഇങ്ങനൊന്നും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. അപ്പൊ വളരെ സന്തോഷമുണ്ട് എന്തായാലും ഇതില്. അപ്പൊ ആദ്യത്തെ തുടങ്ങാം. അപ്പൊ ഓസ്റ്റിൻ ഡാൻ മോഹൻലാലിനെ പ്രഖ്യാപിച്ച പ്രോജക്ട് ആഷിഖ് ഉസ്മാൻ ബാംഗ്ലൂരിയാണ്. ആ സിനിമ ഒരു പ്രോപ്പർ ത്രില്ലർ ഫിലിമാണ്. മോഹൻലാൽ കുറച്ച് സമയത്തിന് ശേഷം ഒരു പോലീസ് വേഷത്തിൽ വരുന്ന സ്പെക്കുലേഷന്റെ ആവശ്യമൊന്നുമില്ല, സംവിധായകൻ തന്നെ വന്നിട്ട് ത്രില്ലർ ആണെന്ന് പറഞ്ഞു. അതൊരു കോമഡി കലർന്ന ത്രില്ലർ ആയിരിക്കും എന്നുള്ളതല്ല, പ്രോപ്പർ ത്രില്ലറാണ്. ഇൻവെസ്റ്റിഗേഷൻ വൈസ് ത്രില്ലർ ആയിരിക്കും എന്നുള്ള ഒരു ഇതായിരിക്കുള്ളൂ. അപ്പൊ അത് പിന്നെ ഈ ഡാനോസ്റ്റി നമ്മൾ 5ാം പാതിരയിലൊക്കെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. അപ്പൊ നല്ലൊരു ത്രില്ലർ ടെക്നീഷ്യൻ ആയിരുന്നു. ഇനി അടുത്തത് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. ജോഷിയുടെ അടുത്ത സിനിമയിൽ ഉണ്ണിമുകുന്ദനാണ് നായകനായിട്ട് വരുന്നത്. അതൊരു പക്ക ആക്ഷൻ പടമായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. വളരെ വളരെ ഇന്റൻസ് ആക്ഷൻ ഫിലിം ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ റംബാൻ സിനിമ ഒരു പാതി വഴിയിലായ സ്ഥിതിക്ക് സിനിമ ഷൂട്ട് പോലും തുടങ്ങിയിട്ടില്ല. എന്താ അതിന്റെ അവസ്ഥ പോലും അറിയില്ല. പക്ഷെ ജോഷിയുടെ അവസാനം വന്ന സിനിമ പാപ്പന തോന്നുന്നു. ആന്റണി. അപ്പൊ അത് വന്നിട്ട് ഇപ്പൊ 2 വർഷത്തോളമായി. ഇപ്പൊ ഒരു ജോഷി പടം കാണാൻ വേണ്ടിട്ട് വെയിറ്റിംഗ്. ഡയറക്ടർ വൈസ് പുള്ളി ഇരിക്കില്ല. പുള്ളി അടുത്ത പ്രോജക്ട്സിൽ അങ്ങനെ പോകണം. സീനിയർ ഡയറക്ടേഴ്സിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ. അതുപോലത്തെ ഉണ്ണിമുകുന്ദന്റെ ഒരു ആക്ഷൻ ഹീറോ പട്ടുണ്ട് ഇവിടെ എന്തായാലും. അല്ല, മാർക്കോക്ക് ശേഷം ആ വന്ന ഇത് കൃത്യമായിട്ട് മുതലാക്കുന്ന തരത്തിലുള്ള റോള് അദ്ദേഹം ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് സെറ്റ് ബേബിയോ അല്ലെങ്കിൽ അതിന്റെ ഇടയിലൊക്കെ വേറെ ജോണ്ട് പരീക്ഷിച്ചെങ്കിൽ ആൾക്കാർ കുറച്ചും കൂടി ആക്ഷൻ പരിവേഷത്തിൽ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കും. നമുക്ക് കേൾട്ടമ്പത്തെ പോലത്തെ അങ്ങനത്തെ റോളൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലെ ഇതാണ് പുള്ളിക്ക് കുറച്ചും കൂടി നല്ലത് ആക്ച്വലി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വളരെ സന്തോഷമായിട്ട് വാർത്ത, അടുത്തായിട്ട് ഷൂട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം മഴ കാരണം നിർത്തി വെച്ചിരിക്കുകയായിരുന്നു ഷൂട്ടും കാര്യങ്ങളൊക്കെ. ഇപ്പൊ പാലക്കാട് നല്ല തകൃതിയായിട്ട് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമയ്ക്ക് നമ്മുടെ കാവ്യ ഫിലിം കമ്പനിയും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ സിനിമയുടെ സ്കെയിൽ കുറച്ചും കൂടി വലുതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണ് എന്നുള്ള കാര്യം. പിന്നെ നമ്മുടെ സൈജ് ഗ്രൂപ്പ് മറ്റേ സാധനം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. സിനിമ ടൈം ട്രാവൽ എന്നുള്ളത് 100 വർഷം പിന്നേക്ക്, നമ്മൾ വിചാരിച്ചത് ഒരു 10 കൊല്ലം പിന്നേക്ക് കഴിക്കുന്നതാണ്. 100 വർഷം പിന്നേക്ക് പോയിട്ട് ടൈം ട്രാവൽ എന്നാണ് പുള്ളി പറഞ്ഞത്. കണ്ടപ്പോ ഗ്രാമം സെറ്റ് കിട്ടുന്നതൊക്കെ കണ്ടു. അപ്പോൾ അത് ഭീകരമായിരിക്കും. അതെ, അവര് സ്റ്റിൽ പ്ലാൻ ചെയ്യുന്നത് ഡിസംബർ 25 തന്നെയാണ്. അപ്പോ നടക്കുമെന്ന് എന്തായാലും നടക്കട്ടെ. അത്രയും ഫാസ്റ്റ് ആയിട്ട് ഷൂട്ട്. ചിലപ്പോ അതിൽ 100 വർഷം പിന്നിലുള്ളത് എന്ന് പറഞ്ഞത് ഒരു ഭാഗമായിരിക്കും. അതെ, എല്ലാം മിക്സ്ഡ് ആയിരിക്കും. അതെ അതെ അതെ. ഇനി അടുത്ത് നമ്മുടെ ഡിയാസിറയുടെ പുതിയ പോസ്റ്റർ. ഇപ്പോഴാണ് ഒരു പ്രോപ്പർ ക്യാരക്ടർ പോസ്റ്റർ മാതിരി ഒരു പോസ്റ്റർ വന്ന. ക്യാരക്ടറിന്റെ പേരൊന്നും റിവീൽ ചെയ്തില്ലെങ്കിൽ പ്രണവ് മോഹൻലാലിന്റെ ഒരു അപ്പിയറൻസ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. കാലഘട്ടം നമുക്കൊരു പുതിയതാണ് കാലഘട്ടമാണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇത് സ്റ്റിൽ ഹോണ്ടിങ് പോസ്റ്റർ തന്നെ കേട്ടോ. ഭയങ്കര രസകരമായി. എനിക്ക് മെയിൻ ക്യാരക്ടറായിട്ട് ഒരാളെ കാണിച്ചിട്ടുള്ളൂ ഇപ്പോഴും. അത് വേറെ അതിൽ അഭിനയിക്കുന്ന ആൾക്കാരെ അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല. ഇപ്പൊ ഇത് ആ 1408 റൂം മാതിരി ഓരോറ്റ ആള് മൊത്തത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന തരത്തിലുള്ള. എനിക്കെന്തായാലും പോസ്റ്റർ കണ്ടപ്പോഴേ എന്തോ ഒരു വലിയ സംഭവം വരുന്നതിന്റെ മുന്നേ എൻജോയ് സിനിമ ഷൂട്ടിന്റേതായിട്ടുള്ള യാതൊരു നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു റൂമിൽ വെച്ച് സംഭവിക്കുന്നതാണ്. അത് വളരെ ലിമിറ്റഡ് ലൊക്കേഷൻ വെച്ച് സംഭവിച്ചത്. കാരണം ഏറ്റവും ഡേയ്സ് ഷൂട്ട് കുറവുള്ള സിനിമയാണ് അത്. പക്ഷെ ആ സിനിമയുടെ VFXന് അത്ര ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ആ സിനിമക്ക്. ഹാലോവീനില് വരാൻ പറ്റിയ പടം. 31 തകർക്കണം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് പണി 2 ഒരു ടൈറ്റില് ഡീലക്സ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സിനിമേനെ വെച്ച് നോക്കുമ്പോ ഇത് വേറെ. അതെ, ആ സിനിമ യാതൊരു ബന്ധമില്ല. അതായത് നമ്മുടെ ഗിരിയേട്ടൻ അല്ല ഇതിൽ വരുന്നത്. ഒരു ഡീലക്സ് ബെന്നി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഒരു സ്പിരിച്വൽ സീക്വലാണെന്ന് അറിയില്ല കേട്ടോ. ഇത് ആക്ച്വലി നമ്മുടെ എന്താ പറയാ ഈ പ്രേതം പോലെ വേറെ ക്യാരക്ടേഴ്സിന് വന്നത്. പക്ഷെ ഇത് നായകനും വേറെ ക്യാരക്ടർ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അത് എങ്ങനെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന റിലേഷൻ എന്തായാലും പ്രതീക്ഷയുള്ള ഒരു സിനിമ തന്നെ കേട്ടോ അത്. അതുപോലെ തന്നെ നമ്മുടെ കൂലി സിനിമയുടെ ട്രെയിലർ August 2 വരുന്നുണ്ട്. ലൊക്കേഷന് പറഞ്ഞു. സിനിമക്ക് ട്രെയിലർ ഉണ്ടാവില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സംവിധായകൻ തന്നെ വന്നിട്ട് സിനിമക്ക് ട്രെയിലർ വരുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. ഇനി വേറെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ August 2 ഒരു ഗംഭീര ട്രെയിലർ നമുക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തത് നമ്മുടെ ശങ്കറിന്റെ സിനിമ. ശങ്കറിന്റെ സിനിമകൾ ഇപ്പോ ഒരു ഡൗൺഫോളിലാണ് പോയിക്കൊണ്ടിരിക്കുകയെന്ന് എല്ലാവർക്കും, അദ്ദേഹത്തിന്റെ ആരാധകരായിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അദ്ദേഹം ഒരു വേൽപ്പാരി എന്ന് പറഞ്ഞ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു നോവലിനെ ബേസ് ചെയ്തിട്ട് ഒരു സിനിമ എടുക്കാൻ പോവാന്നുള്ള ഒരു ഇതുണ്ടാണ്. ആദ്യം രൺവീർ സിംഗിനോട് പറഞ്ഞിരുന്ന
പിന്നെ വിക്രം, സൂര്യ, ഇതിലിപ്പോഴും കംപ്ലീറ്റ് കാസ്റ്റ് കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. ആരാണ് വേൽപ്പാരി എന്നുള്ള ക്യാരക്ടറാണ്. അതിലൊരു ആക്ടർ അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ബാഹുബലിയിൽ പ്രഭാസ് കൊടുത്ത പോലെ ഒരു 5 വർഷം എങ്കിലും മിനിമം ചിലപ്പോ അതിന് കൊടുക്കേണ്ടി വരും. അത് ബുദ്ധിമുട്ടായിരിക്കും. അത് അത്രയും ലാർജ് സ്കെയിലുള്ള, അത് ശങ്കർ പറഞ്ഞ ഒരു ഗെയിം ഓഫ് ത്രോൺസ് ലെവൽ ഒരു സാധനമാണ് എടുക്കണം. ഒരു കാര്യം പറഞ്ഞ എനിക്ക് ഇഷ്ടമാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അദ്ദേഹത്തിന്റെ ഡ്രീം പ്രൊജക്ട് എന്തിനായിരുന്നെങ്കിൽ ഇന്ന് എന്റെ ഡ്രീം പ്രൊജക്ട് വേൽപ്പാരി എന്നാണ് പറഞ്ഞത്. സാധാരണ ഇങ്ങനെ ഡയറക്ടേഴ്സ് ഡൗൺഫോളിൽ നിൽക്കുമ്പോ അത് കരിയറിന്റെ ഏറ്റവും മോശം സ്ഥിതിയിൽ നിൽക്കുമ്പോൾ അടുത്ത സിനിമ ഒരു ചെറിയ സിനിമയ്ക്ക് ചെയ്യുള്ളൂ. പക്ഷെ ഇദ്ദേഹം അടുത്ത സിനിമ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ പ്ലാൻ ചെയ്യുന്നത്. അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രാഫ്റ്റ്സ്മാൻമാരിൽ ഒരാളാണ്. നമ്മുടെ ഇവിടെ എന്താ പറയാ രാജമൗലിയും അതുപോലെ തന്നെ നമ്മളെ ബാക്കി എല്ലാരും പ്രശാന്തും വരാനൊക്കെ മുമ്പ് നമ്മളെ വിസ്മയിപ്പിച്ച ആളാണ് അദ്ദേഹം. അങ്ങനെ ഒരു സിനിമ നിർത്തിപ്പോണ്ട ഒരാളല്ല. വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ് വരണം. എനിക്ക് തോന്നുന്നു മിക്കവാറും ദിൽരാജുവിന്റെ ആയിരിക്കും പടം ചെയ്യേണ്ടത്. മിക്കവാറും 2 പ്രൊഡക്ഷൻ ഹൗസ് വരും ചിലപ്പോ. ഇനി അടുത്തത് SK24. ആ സിനിമ നമ്മുടെ ഗുഡ് നൈറ്റിന്റെ ഡയറക്ടർ ആണെന്നാണ് നമ്മൾ വിനായക്. അതിലേക്ക് ലാലേട്ടന്റെ ഒരു ചെറിയ ലാലേട്ടനാണ് അച്ഛൻ ക്യാരക്ടർ ചെയ്യുന്നത്. ലാലേട്ടന്റെ ഒരു ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇത്രയും വൈകിയെന്ന് പറയുന്നു ആ പ്രോജക്ടിന്റെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അത് ലാലേട്ടൻ ഉണ്ടെങ്കിലേ ചെയ്യണുള്ളൂ എന്നുള്ള തരത്തിൽ വിചാരിക്കുന്നു. നല്ലതാ, കാരണം ആ സിനിമ കേരളത്തിൽ നല്ല കളക്റ്റീവ് അങ്ങനെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവര് വെയിറ്റ് ചെയ്യുന്നത്. പുള്ളി കേട്ട് ഇഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞിട്ട്, പക്ഷെ പുള്ളി എന്ന് ഓക്കെ പറയുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പൊ സിബി ചക്രവർത്തിയുടെ സിനിമ തന്നെയാണ്. അപ്പൊ അതിൽ അത് നായികനൊക്കെ കാശത്തിൽ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് പരാശക്തി, അതെ ഡോണൊക്കെ അവരായിരുന്നല്ലോ. അതെ, അതുപോലെ തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള വേറൊരു വാർത്ത ലാലേട്ടൻ ഫാൻസുകാർക്കും എല്ലാവർക്കും ഉള്ളതാട്ടോ. അത് നമ്മുടെ രാവണപ്രഭു റീ റിലീസിന് മുന്നേ 2020 റീ റിലീസ് ഉണ്ടാവുന്നുള്ള കാര്യമാണ് കേൾക്കുന്നത്. അതും ഇതേപോലെ തന്നെ ജോഷിയുടെ എനിക്ക് വളരെ പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു തിയേറ്ററിലെ ക്ലാപ്പ് മൊമെന്റ്സ് ഉള്ള സിനിമയാണ്. ഒരു ഒരു ലാലേട്ടന്റെ ഒരു 7ഓളം സിനിമകൾ വരുന്നുണ്ടെന്നാണ് മാറ്റിനോന്റെ ഡയറക്ടർ പറഞ്ഞത്. അതില് ദേവാസുർ ഉൾപ്പെടെ, ഹലോ ഉൾപ്പെടെ, രാവണപ്രഭുള്ള സിനിമകളൊക്കെ എല്ലാം മുമ്പേ വന്ന പോലെ ക്ലിയർ ഒരു എന്താ പറയാ കൃത്യമായിട്ട് വരണം. ഒരു ഇവിടെ ഡ്രൈ ടൈമിൽ വരണം. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ കളക്ട് ചെയ്തുള്ളൂ.